സ്വപ്നസഞ്ചാരിയിലെ ജയറാമിന്റെ കഥാപാത്രം ഇന്നും പ്രിയപ്പെട്ടതാണ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് ഗൈഡൻസ് കൊടുക്കുന്ന ഇൻഫ്ലുവൻസർമാർ ഈ കഥാപാത്രം വെച്ച് റീലുകൾ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ പുറമെ ഈ കഥാപാത്രത്തിന്റെ ആഴം വളരെ വലുതാണ്. ചെറുപ്പത്തിൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിച്ച് വില്ലേജ് ഓഫീസിലെ പ്യൂണിൽ നിന്ന് ഗൾഫിൽ പോയി അധ്വാനിച്ച് പൈസയുണ്ടാക്കി തിരിച്ചുവന്ന് കുറച്ച് ഷോ ഒക്കെ കാണിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ നാട്ടുകാർക്ക് നല്ലത് ചെയ്യാനും ഒട്ടും മോശമായിരുന്നില്ല. പിന്നെ പേരെടുക്കാൻ നോക്കിയത് ഒന്നുമില്ലായ്മയിൽ നിന്നപ്പോൾ പുച്ഛിച്ചവർക്ക് മുന്നിൽ തന്റെ വളർച്ച കാണിക്കാൻ ചെയ്തതാണ്. പക്ഷേ താൻ വളർന്നതിനൊപ്പം തന്റെ കൂടെയുള്ളവരും വളരണം എന്ന് അജയചന്ദ്രൻ നായർ ആഗ്രഹിച്ചിരുന്നു. ആ ഒരു ഗുണം ആരും പറഞ്ഞു കണ്ടിട്ടില്ല. ഓട്ടോ ഓടിച്ചു നടക്കുന്ന അളിയന് റെന്റ് കാർ ബിസിനസ് ചെയ്യാനുള്ള പൈസ കൊടുക്കാമെന്ന് പറയുന്നു. അളിയൻ അത് നിരസിക്കുന്നു. ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കുന്ന അച്ഛന് പുതിയ വീട് പണിതുകൊടുക്കാൻ തീരുമാനമെടുക്കുന്നു. അതും വീട്ടുകാർ നിരസിച്ചു. മീൻകച്ചവടം ചെയ്യുന്ന കൂട്ടുകാരന്റെ പണി തീരാത്ത വീട് കണ്ടപ്പോൾ പണി തീർക്കാൻ പൈസ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. കൂടാതെ പുതിയ ഫിഷിംഗ് ബോട്ടിനുള്ള ഐഡിയയും പറഞ്ഞുകൊടുക്കുന്നു. ആകെ പറ്റിയ അബദ്ധം എന്നു പറയുന്നത് സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുന്നതിലാണ്. ഒരേ സമയം ഉപദേശിക്കാനും ഊമ്പിക്കാനും ആളുണ്ടായിരുന്നു. ബിസിനസ് നഷ്ടം ആയപ്പോൾ പണി മൊത്തം പാളി. കുടുംബത്തിൽ ആരെങ്കിലും പുള്ളിക്കൊപ്പം അപ്ഡേറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോലെ കൂട്ടുകാരുടെ കൂടെ കൂടി നാശം സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ ചിരിച്ചുകൊണ്ട് കഴുത്തറുത്തവരെ തിരിച്ചറിയാൻ പറ്റിയില്ല. ശരിക്കും ഡ്രീം ബിഗ് എന്നൊരു കാര്യം ഇച്ചിരി നിലമറന്ന് ശ്രമിച്ചതാണ് പുള്ളിയുടെ ആ അവസ്ഥയ്ക്ക് കാരണം. നാട് ഓടുമ്പോൾ നടുവേ ഓട്ടം ഇച്ചിരി സ്പീഡിലായിപ്പോയി എന്നു മാത്രം. നിഷ്കളങ്കമായതുകൊണ്ട് പറ്റിക്കാനും പറ്റി. ഈ പടത്തിലെ പെർഫോമൻസ് ടോപ്പ് ക്ലാസ് ആയിരുന്നു. ലാസ്റ്റ് നിസ്സഹായാവസ്ഥയൊക്കെ ശരിക്കും ഫീലാവും. പേഴ്സണലി ഇതൊക്കെ വരുത്തിവെച്ചതല്ലേ എന്നൊരു തോന്നല് തോന്നിയില്ല. ഇങ്ങനെ ചതിയിൽപ്പെട്ട് ഇല്ലാതായ ഒരുപാട് പേരുണ്ട് എന്നത് സത്യമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കഷ്ടപ്പെട്ട് ഉയർന്നുവന്ന് വീണ്ടും ഒന്നുമില്ലായ്മയിലേക്ക്